ദേ ഇവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ദേ ഇവരാണ് സ്ട്രോബെറി. സ്ട്രോബെറി ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഒരു പ്രൗഢിയും പ്രശസ്തിയും റിച്ച്നെസ്സൊക്കെ. അതെ, ആ റിച്ച്നെസ് കൂടിയത് കൊണ്ടാവണം പണ്ടെങ്ങും വീട്ടിൽ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലൊന്നും ഞാൻ ഇവരെ കണ്ടതേ ഇല്ല. എന്നാൽ ഇന്ന് പുതുതലമുറയുടെ നിർബന്ധപ്രകാരം എനിക്ക് വീട്ടിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഗൈസ്. അങ്ങനെ കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നാൽ തന്നെ വായിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവരുടെ സ്ഥാനം ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി കൂടാറാണ് പതിവ്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇതേ അവർ വീട്ടിൽ തുണ്ടം കണ്ടമാക്കി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. റിച്ച്നെസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ റിച്ച്നെസ് കൂടിയ ആൾക്കാരെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിൽക്കും മിൽക്ക് മെയ്ഡും, ചിലരൊക്കെ കണ്ടൻസർ മിൽക്ക് എന്ന് വിളിക്കുമെങ്കിലും ഞാൻ മിൽക്ക് മെയ്ഡ് എന്ന് വിളിക്കും ഗൈസ്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. അങ്ങനെ അവർക്ക് പ്രത്യേകമായൊരു ഇരിപ്പിടമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഇരിപ്പിടത്തിലേക്ക് തന്നെ ഞാൻ അവരെ ഒഴിച്ച് നിരീക്ഷിക്കാൻ വെച്ചിട്ടുണ്ട്. പരീക്ഷണം നിരീക്ഷണം നിഗമനം എന്നാണല്ലോ, ഈ നിഗമനിക്കാമെന്ന് എഴുതി എടുത്തപ്പോഴാണ് എന്നിൽ കുറച്ച് കലാബോധമൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ അവരെ കുറച്ച് അലങ്കൃതമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവരെ നമുക്ക് പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. 2 തട്ട് കൊടുത്തപ്പോഴത്തേക്കും ദേ അവരങ്ങ് ഫ്ലാറ്റായി കേട്ടോ. അങ്ങനെ ഫ്ലാറ്റായി എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഇതേ കാണുന്നത്. ആഹാ, എന്താ ഒരു ഭംഗിയില്ലേ. ആ ഭംഗി കണ്ടപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒന്ന് മുറിച്ച് നോക്കാമെന്ന് എഴുതി മുറിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കരിങ്കല്ലിന് പോലും ഇല്ല അത്രയ്ക്ക് ജാട ഗൈസ്. പിന്നെ ഇവരെന്ത് പേര് വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല.